ഇല്ല, ഇതിന്റെ കഥ കേട്ടപ്പോൾ തന്നെ കിട്ടിയ ഒരു, ഇപ്പൊ നിങ്ങൾക്ക് ഈ സിനിമയുടെ ട്രെയിലർ കണ്ടപ്പോൾ തോന്നുന്ന ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടല്ലോ, അപ്പൊ നമുക്കൊരു ഐഡിയ കിട്ടുമല്ലോ. അതേപോലെ തന്നെ ആയിരുന്നു എനിക്ക് ഇതിന്റെ കഥ കേട്ടപ്പോൾ തോന്നിയത്. അത് വർക്കായിരുന്നു. എപ്പോഴും ശ്രദ്ധിക്കുക ഹൈദരാലിക്ക. അപ്പൊ അപ്പോ അതിന്റെ ആ ഒരു ട്രെയിലർ കണ്ടപ്പോൾ ഉള്ള അതേ, എല്ലാവരും ട്രെയിലർ കണ്ടപ്പോൾ ഉള്ള അതേ ഒരു ഇതാണ് എനിക്കും സിനിമയുടെ കഥ കേട്ടപ്പോൾ തോന്നിയത്. പിന്നെ ചിരിപ്പിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും അറിയാലോ, ഞാൻ കൊമേഡിയനാണ്. ബേസിക്കലി കോമഡി ചെയ്താണ് ഞാൻ സിനിമയിൽ വരുന്നത്. അപ്പോൾ ഇനി എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഏരിയ ആണ്. പക്ഷെ ഞാൻ ഒരു ത്രൂ ഔട്ട് ഒരു ലീഡ് മൂവിയിൽ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ലായിരുന്നു. എനിക്ക് അങ്ങനെ ഒരു അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു സിനിമ, ഇപ്പോൾ ഞാൻ ചെയ്ത സിനിമകൾ വെച്ച് നോക്കുമ്പോൾ ഒരു സിനിമ കാണാൻ തോന്നുന്ന രീതിയിൽ, ഒരു എക്സൈറ്റ്മെന്റ് തോന്നുന്ന രീതിയിൽ ആ സിനിമ പ്രസന്റ് ചെയ്യുക എന്ന് വെച്ചാൽ തിയേറ്ററിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ എല്ലാവരിലും അത് കാണാൻ വേണ്ടി തിയേറ്ററിലേക്ക് പോകണം എന്ന രീതിയിൽ ഒരു സിനിമ ഉണ്ടാവണം എന്ന് വല്ലാതെ ആഗ്രഹിച്ചിരിക്കുന്ന സമയത്താണ് ഹലോ മമ്മിയുടെ കഥ ഇവർ രണ്ടുപേരും എൻ്റെ അടുത്ത് പറയുന്നത്. അപ്പോൾ തന്നെയാണ് ഞാൻ അതിലേക്ക് ഇന്നായത്. അതിന്റെ കാരണം ആ ഐഡിയ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ക്യാരക്ടറിന്റെ ഒരവസ്ഥ അത് വർക്കാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. അതിലെനിക്കൊരു പ്ലേ ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. താങ്ക് യു. ഷറഫ് പറഞ്ഞല്ലോ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്, പക്ഷെ അവസ്ഥ പറഞ്ഞപ്പോൾ അതൊരു വല്ലാത്തൊരു അവസ്ഥയായിരുന്നു. ചില സീക്വൻസ് കാണുമ്പോൾ വലിയൊരു അവസ്ഥയിലേക്കാണ് കൊണ്ടുവയ്ക്കുന്നത്. ആ മമ്മി എന്ന ഐശ്വര്യയുടെ വിളിയിൽ ഷറഫിന്റെ ഒരു എക്സ്പ്രഷനും ഒരു ഡയലോഗും ഉണ്ട്. പിന്നീട് ആ സിനിമ കാണാത്തോട് ഞാൻ പറയില്ല, അതുകൊണ്ട് ഒരു സ്ഥലത്ത് കയറി ഇരുന്നിട്ട് ഒരു വീഴ്ചയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ആദ്യത്തെ ആ വീഴ്ചയാണോ? അത് പൊളിയായിരുന്നു. അതെങ്ങനെ ഉണ്ടായിരുന്നു? താങ്ക് യു. ഞാൻ എൻ്റെ അടുത്ത് എങ്ങനെ ഉണ്ടായിരുന്നല്ലോ, നിങ്ങൾ കണ്ടിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? ചെയ്യുമ്പോൾ അടിപൊളിയായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആ ദിവസം തുടക്കത്തിൽ തന്നെയാണ് അല്ലേ, തുടക്കത്തിൽ തന്നെയാണ് നമ്മൾ ഷൂട്ട് ചെയ്തത്. അത് ഭയങ്കര ഏറ്റവും എക്സൈറ്റ്മെന്റ് ഉള്ളതും ഇപ്പൊ സിനിമയുടെ ആ ഭാഗം എത്തുമ്പോൾ എങ്ങനെ വന്നാലും എന്തെങ്കിലും രീതിയിൽ നമുക്ക് ചില സീനുകളെ കുറിച്ചൊരു ധാരണ ഉണ്ടാവുമല്ലോ, അത് ചെയ്യുന്നതിന് മുമ്പ് ഈ സീനിൽ എന്തായാലും എല്ലാവരും ഒന്ന് ഇന്നാവുമെന്ന് തോന്നും. അതുപോലത്തെ ഒരു സീനായിരുന്നു അത്. അതുപോലെ തന്നെ വർക്കായിട്ടുണ്ട് അല്ലേ. താങ്ക് യു. ഷർഫി, ഈ സ്ലാപ്സ്റ്റിക് ജോണറിൽ ഇത് ചെയ്യാന്നുള്ളൊരു കാര്യമുണ്ടല്ലോ, ആക്ഷൻ കോമഡിയാണ് അത്. CID മ്യൂസിക് ശേഷം അത് ആ ഒരു ലെവലിൽ നമ്മൾ കണ്ടിട്ടില്ല. കുറെ ഫിസിക്കലി നമുക്ക് ലോജിക്കിനൊക്കെ ചർച്ച ചെയ്യുന്ന അല്ലെങ്കിൽ നിയമങ്ങളൊക്കെ മറന്നു പോകുന്ന ഇത് വർക്ക് ആവോ അല്ലെങ്കിൽ ആ സംശയങ്ങൾ ഉണ്ടായിരുന്നു ഏതെങ്കിലും പോയിന്റില്? എനിക്ക് എന്താ പറയാ, അത് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് ഒരു വിശ്വാസമുണ്ട്. പിന്നെ ഇത് ചെയ്തിട്ട് ഇത് എടുക്കുമെന്നുള്ളതിനെ കുറിച്ചാണ് നമുക്കൊരു ടെൻഷനുള്ളൂ. പക്ഷെ അത് എടുക്കുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ഇത് സംഭവിക്കുന്നത്, ഇപ്പൊ ഈ പറഞ്ഞ ഇതിന്റെ ഫിസിക്സ് സംഭവിക്കുന്നതിന് കാരണമാകുന്നത് സോളിഡാണ്, ഈ സിനിമയുടെ മൂല കാരണമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ സപ്പോർട്ട് എനിക്കുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്നതിന് ആ സപ്പോർട്ടുണ്ട്. അപ്പൊ അത് വെച്ചിട്ടാണ്, ആ വിശ്വാസത്തിലാണ് ഞാൻ ചെയ്യുന്നത്. അതല്ലാതെ ഒരു നോർമൽ സിനിമയിൽ ചെയ്യാവുന്ന ഒരു അത്ര ആക്ഷൻസോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യം സംഭവിച്ചാൽ ചിലപ്പോൾ അത് ഭയങ്കര ചിലപ്പോൾ ബാക്ക് ഫെയർ ചെയ്യും. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു സിനിമയ്ക്ക് അങ്ങനെ ചെയ്യാനൊരു സാധ്യത കിട്ടിയായിരുന്നു. അപ്പൊ അത് വെച്ചിട്ട് തന്നെയാണ് അങ്ങനെ വിശ്വസിച്ച് ചെയ്തത്. മാസ് സീക്വൻസുകളും ഉണ്ടല്ലോ, അത് ഇപ്പത്തെ ഒരു സ്ലൈസ് ഓഫ് ജോൺ സിനിമകളാണല്ലോ ഷർഫ് ചെയ്യുന്നത്. അപ്പൊ അതിൽ നിന്ന് കുറച്ച് ഓവർ ദ ടോപ്പ് ആവുമെന്ന് വിചാരിച്ചിട്ടാണോ അവിടെ ഒരു സൂപ്പർ പവർ വരുമ്പോഴാണ് ഇങ്ങനെ അയാൾ മാസ് ഹീറോ ആയി ട്രാൻസ്ഫോം ആവുന്നത്? അത് അങ്ങനെ വെച്ചത് ഡെലിബറേറ്റ്ലി വെച്ചതാണോ? ഇപ്പൊ കുറച്ച് ആക്ഷൻ സീക്വൻസുകളൊക്കെ ചെയ്യുന്നു, കുറച്ച് മാസ് ആയിട്ടാണ് അത് ചെയ്യുന്നത്. അപ്പൊ അതിനൊരു ഇപ്പൊ ചെയ്യുന്ന ഒരു സാധാരണക്കാരന്റെ ഇമേജ് ഉണ്ടല്ലോ, അത് കുറച്ചുകൂടി ലൗഡായി പോകും അല്ലെങ്കിൽ അത് ആളുകൾക്ക് ജാറായി ഫീൽ ചെയ്യുമെന്ന് തോന്നിയിട്ടാണോ അങ്ങനെ ഒരു സൂപ്പർ പവർ? അവിടെയും ഞാൻ പറഞ്ഞത് അതാണ്. അവിടെയും ഞാനാണോ അത് ചെയ്യുന്നതെങ്കിൽ അത് ചിലപ്പോ അത് ഇതില്ല. നമുക്ക് അവിടെ കിട്ടുന്ന ആ സപ്പോർട്ട് അതാണ് അവിടെ വർക്ക് ചെയ്യുന്നത് അല്ലെ. അല്ലെങ്കിൽ നിങ്ങൾക്കും അത് വർക്കാവാൻ ചാൻസ് ഇല്ല. അവിടെ കിട്ടിയ ആ ഒരു കാര്യമാണ് അതിന്റെ ഒരു സപ്പോർട്ട് കിട്ടുന്നത്. അപ്പൊ അതിനനുസരിച്ച് പെരുമാറാന്നുള്ളതാണ്. അതില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും അങ്ങനെ ആ ക്യാരക്ടർ, എന്തായാലും ബോണി എന്ന് പറയുന്ന ക്യാരക്ടറിന് അങ്ങനെ ഒരു ഇത് ചെയ്യാൻ പറ്റില്ല. ഈ ഒരു സപ്പോർട്ടിൽ അത് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയില്ല. ഞാനിതിന്റെ ഈ പോസ്റ്റ് പ്രൊഡക്ഷൻ നടക്കുമ്പോൾ ഒരു ദിവസം ഇതുപോലെ ഞാനൊരു ചായ കുടിക്കാൻ വേണ്ടി നമ്മുടെ ഈ എടപ്പള്ളിയിൽ ഇങ്ങനെ ചായ കുടിച്ചപ്പോൾ കുറെ പേര് അവിടെ നിന്ന് ചായ കുടിക്കുന്നുണ്ട് നമ്മൾ പറയുക. അപ്പൊ അവര് പെട്ടെന്ന് വന്നിട്ട് ഈ ഷെയ്ക്കനൊക്കെ തന്നിട്ട് പറഞ്ഞു, ഞങ്ങള് പടം കണ്ടിട്ടോന്ന് പറഞ്ഞു. അപ്പൊ ഞാനിങ്ങനെ ഓക്കെ, ഏത് പടമാണ് ഇപ്പൊ റീസെന്റ് ബോഗൻവില്ല ഇറങ്ങിയിട്ടില്ല. അപ്പൊ അപ്പോഴാണ് ഇവരാണ് പിക്ടോറിയൽ എഫക്ട്സ്, ഇവരാണ് നമ്മുടെ സിനിമ VFX ചെയ്യുന്നത്. അവരുടെ ഓഫീസിന്റെ തൊട്ട് താഴെയുള്ള ഒരു കടയിലാണ് ഞാൻ ചായ കുടിച്ചത്. അപ്പോൾ അവരെന്നെ വിളിച്ചിട്ട് പോയി അകത്ത് നിന്ന് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ട് തോന്നിയതും അവർക്ക് അതുപോലെ തന്നെ ചാലഞ്ചിങ് ആയിട്ട് തോന്നിയതും ഈ ടൊർണാഡോ ഒക്കെ
ഉണ്ടാകുന്ന ആ സ്പേസുകളിൽ അതിനനുസരിച്ചിട്ട് ഇതിന്റെ ഓപ്പോസിറ്റ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് അവർക്കൊരു വലിയൊരു ചലഞ്ചിങ് പെർഫോമൻസിന്റെ ബാക്കിങ് കൂടി വേണമല്ലോ. അതെ, പക്ഷെ അത് എനിക്കറിയില്ല. ഇതിന് ഇപ്പൊ ഞാൻ ഇതിനൊരു ബഡ്ജറ്റിന്റെ ബാക്കിങ് കൂടി വേണം അല്ലെ? അപ്പോ ചിലപ്പോ ഞാൻ അത്രയിട്ട് ചിലപ്പോ പ്രൊഡ്യൂസർക്കായിരിക്കും ചിലപ്പോ പ്രശ്നം വരിക. അപ്പോ എന്താ പറയാ, അത് എനിക്ക് ഇതുവരെ എക്സ്പീരിയൻസ് ഇല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇല്ലാത്ത ഒരു സാധനമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതോ അല്ലെങ്കിൽ അങ്ങനെയുള്ള, അത് എൻ്റെ ഒരു തോന്നലും എൻ്റെ ഒരു ലോജിക്കലും ഞാൻ ചെയ്തതാണ്. എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട്. സെയിം ആണ് എനിക്കും. എനിക്ക് ആ ഒരു എൻറ്റിറ്റി എനിക്ക് റിയൽ ആണ്. ആ ഫീലിംഗ് എനിക്ക്, ആ ഇമോഷൻ എനിക്ക് റിയൽ ആണ്. അപ്പം അതിൽ ബിലീവ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. അത് എൻ്റെ ഫ്രണ്ടിൻ്റെ അമ്മയ്ക്ക് ഒന്ന് കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൻറ്റിക്ക് അത് ഞാൻ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്തു ആൻറ്റിക്ക് വന്ന ഇമോഷൻസ് ഒക്കെ. അപ്പോൾ അത് വർക്കായി എന്നാണ് തോന്നുന്നത്, കിട്ടിയെന്നാണ് തോന്നുന്നത്. ഇതിന്റെ കൂട്ടത്തിലൊരു കാര്യം പറയും, നമ്മുടെ ബോളിവുഡിലൊരു, എനിക്ക് പേര് പറഞ്ഞാൽ ശരിയാവില്ല എന്ന് എനിക്ക് അറിഞ്ഞൂടാ, ബോളിവുഡിലൊരു വലിയ നടന്റെ മമ്മി കൂടെ ഉണ്ടെന്ന നടന്റെ ഒരു വിചാരമുണ്ട്. അല്ലെങ്കിൽ വർഷങ്ങളായിട്ട് ആ ആക്ടർ അങ്ങനെയാണ്. ആക്ടറിനെ എനിക്കറിയാം, മനസ്സിലായോ? അത് അദ്ദേഹത്തിന്റെ വിചാരം അങ്ങനെയാണ്, അത് മമ്മി കൂടെ ഉണ്ടെന്നാണ്. അത് വർഷങ്ങളായിട്ട് അങ്ങനെ തന്നെയാണ്, ഇൻഡസ്ട്രിയിൽ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഞാൻ ഈ അടുത്ത് എൻ്റെ അടുത്ത് ഫ്രൈഡേയില് വിജയ് ബാബു ചേട്ടനാണ് പറഞ്ഞത് ഇങ്ങനൊരു നമ്മുടെ ട്രെയിലർ ഇറങ്ങിയതിന് ശേഷം. അപ്പം അത് വേറൊരു അത് അപ്പൊ ശരിക്കും ഉണ്ടത്. അതായത് ജസ്റ്റ് ടു എലാബറേറ്റ് ഓൺ ഇറ്റ്, അമ്മ എന്ന് പറഞ്ഞ ഇമോഷന് മതമില്ല. അമ്മ എല്ലാവർക്കും അമ്മയാണ്. ആ ഒരു ഇമോഷനെ നമുക്ക് അങ്ങനെ ഒരു കമ്പാർട്ട്മെന്റലൈസ് ചെയ്യാൻ പറ്റില്ല. എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യമാണ്. അത് ഹിന്ദു, മുസ്ലിം, ഇനി ലോകത്തുള്ള എല്ലാ മതങ്ങളിലുള്ളവർക്കും ആ ഇമോഷൻ പ്യുവറാണ് എല്ലാവരുടെയും. അതാണ് നമ്മൾ ഈ സിനിമയുടെ ഒരു കോർ എലിമെന്റ് ആയിട്ട് പ്ലേസ് ചെയ്തിട്ടുള്ളത്. മമ്മി എന്റെ ആസ് ആൻ ആർട്ടിസ്റ്റ് എനിക്ക് അത് നടക്കാവുന്നതിൽ ഏറ്റവും വലിയ, ഇപ്പൊ അതിലെ മാറ്റ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ ചോദിച്ച് സ്റ്റഡ് മാസ്റ്റർ അടുത്ത് വെച്ച് നമുക്ക് മാറ്റിൽ വെച്ചിട്ട് അടിച്ച് ചുമലേ കയറ്റിയാലോ എന്നുള്ളത് ഞാൻ തന്നെ ചോദിച്ച് മേടിച്ചിട്ടുണ്ട്. അതിലടി എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അത്. അതങ്ങനെ തന്നെ സംഭവിക്കണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. കാരണം അത് സ്ലാപ്സ്റ്റിക്കിന്റെ ഈ പറഞ്ഞ പോലെ നേരത്തെ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരമായിട്ടും കണക്റ്റഡ് ആണെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്കതൊരു വേറൊരു സിനിമയിൽ അത്തരത്തിലൊരു പ്ലേ പോസിബിൾ അല്ല. പക്ഷെ പോസിബിൾ ആയിട്ട് നമുക്കൊരു ഒരു സ്ക്രിപ്റ്റോ അല്ലെങ്കിൽ ഒരു വർക്ക് കിട്ടുമ്പോൾ അതിലേറ്റവും നല്ല ഒരു കാര്യത്തിന് വേണ്ടി ട്രൈ ചെയ്യുന്നുള്ളതാണ്. റിവ്യൂസും നെഗറ്റീവ്സും പേടിക്കുന്ന വെച്ചാൽ നമ്മുടെ ആക്ടർ എന്നുള്ള രീതിയിൽ നമ്മൾ സിനിമയിൽ മാത്രം നിൽക്കുന്നതാണ്. അപ്പൊ സിനിമയുടെ അകത്തു നിന്നുള്ള കമന്റ്സ് ആണ് എൻ്റെ ഏറ്റവും വലിയ എന്താ പറയാ ഇത്. അപ്പൊ നമ്മളെപ്പോഴും ഒരു സിനിമ പോലും മോശമായി ഉള്ള ഒരു റിസൾട്ട് വരാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കുന്നില്ല. അപ്പൊ അതിനൊരു റിവ്യൂ നെഗറ്റീവ് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനോടൊരു ടെൻഷൻ ഉണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ജഡ്ജ്മെന്റ് എന്ന് വെച്ചാൽ എൻ്റെ ഒരു ധാരണകൾക്കും ഒരു പ്രശ്നം ഉണ്ടാവാതിരുന്നാൽ മതി. എന്ന് വെച്ചാൽ എനിക്കൊരു ധാരണ ഉണ്ടല്ലോ, ഇത് വർക്കല്ല, ഇത് വർക്കാവും. അതിൽ ഞാൻ കൺഫ്യൂസ്ഡ് ആവാതിരുന്നാൽ മതി എന്ന് മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. അതല്ലാതെ ഇതിനെ പേടിക്കേണ്ട കാര്യമില്ല. കാരണം ജെന്യുവൻ ആയിട്ടുള്ള അഭിപ്രായങ്ങൾ എല്ലാവർക്കും പറയാം. പിന്നെ എന്താ പറയാ, പക്ഷെ ഇപ്പൊ അങ്ങനെയല്ലല്ലോ. കുറച്ചൊക്കെ മാർക്കറ്റിന്റെ സ്വഭാവത്തിനനുസരിച്ചും കോമ്പറ്റീഷന്റെ നേച്ചറിനനുസരിച്ചും ഒറിജിനാലിറ്റി കുറച്ച് നമുക്ക് കൈമോശം പറ്റിയിട്ടുണ്ട് അല്ലെ? ആ ഒരു ഒറിജിനാലിറ്റി മിസ്സായിട്ടുണ്ട്. അപ്പൊ ആ ഒറിജിനാലിറ്റി മിസ്സായത് കൊണ്ട് ആ ഒറിജിനൽ അല്ലാത്ത റിവ്യൂസിനെ നമ്മൾ പേടിക്കേണ്ടി വരാറുണ്ട്. ഇല്ല, ഞാൻ ആ പേടിയെ ഇതിനു മുന്നേ ഞാൻ അഡ്രസ് ചെയ്തായിരുന്നു. ഈ സിനിമ ഇറങ്ങുന്നത് വരെ എനിക്ക് വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല. അത് ഒരു സമയത്ത് ഉണ്ടാവുന്ന ട്രോളിങ്ങിൽ നിന്നും അല്ലെങ്കിൽ അഭിനയിക്കാൻ അറിയില്ല എന്ന് പറയുന്നതിൽ നിന്നും ഒക്കെ ഒരു മാനുഷികമായിട്ടൊരു ഫീലിംഗ് ആണ്. ഈശ്വര, ഇനി ഇത് കാരണം എൻ്റെ ലൈവ്ലിഹുഡ് അല്ലെങ്കിൽ ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്ന ഒന്ന് എനിക്ക് നഷ്ടമാകുമോ എന്നുള്ളത്. അത് ഞാൻ അതിലൊരു 3-4 മാസം കഴിഞ്ഞപ്പോഴേക്ക് അഡ്രസ് ചെയ്തായിരുന്നു. അത് ഈ സിനിമയുടെ ഷൂട്ടൊക്കെ ചെയ്യുമ്പോൾ അങ്ങനത്തെ ടെൻഷനാണ്. അതിനേക്കാളും ഭയങ്കര വർക്കായിട്ട് തോന്നിയത് സ്ത്രീ 2 രാജ്കുമാർ റാവിന്റെ പെർഫോമൻസ് എനിക്ക് കുറച്ചും കൂടി ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ ഞാൻ പറയണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അവിടുത്തെ സിനിമകൾ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഐഡിയക്കുള്ള ഒരു ഒറിജിനാലിറ്റി ഇപ്പൊ ഈ പറയുന്ന സിനിമകളിൽ പലതും നമ്മുടെ റീമേക്കുകളാണെന്നുള്ളതാണ്. ഈ ബോളിവുഡ് ടച്ച് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പ്രശ്നം. അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന ഗുരുകുലയെ നമ്മുടെ ആണെന്ന് പറഞ്ഞിട്ട് അവർ സമ്മതിക്കാത്ത കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ കോമഡി അല്ലേ? അപ്പോ ഇവിടുന്ന് പോയതാണ് എല്ലാ പരിപാടിയും. അപ്പൊ അതുപോലെ ഈ എന്റെ രൂപം ശരിയാണെങ്കിൽ ഹലോ മമ്മി എന്ന് പറയുന്ന സിനിമയുടെ ഈ ഐഡിയ ആക്ച്വലി നിങ്ങൾ വളരെ ജെന്യുവൻ ആയിട്ട് നിങ്ങൾക്ക് തന്നെ പറയാൻ പറ്റും, ഈ ഒരു ഐഡിയ നമ്മൾ എവിടെയും കണ്ടിട്ടില്ല അല്ലെ? ഈ ഒരു സിറ്റുവേഷൻ എവിടെയും കണ്ടിട്ടില്ല. അപ്പം ആ സിറ്റുവേഷനാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അതും അത്യാവശ്യം ഹാപ്പി ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതില്
സന്തോഷമുണ്ട്, ഭയങ്കര സന്തോഷം. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. ഏതായാലും ഒരു ബോളിവുഡ് ലെവൽ വന്നു നമ്മൾ. വന്നു, അതുകൊണ്ട് എനിക്ക് ചോദിച്ചത്. Thank you. ഞാൻ നോർത്ത് ഇന്ത്യയിൽ ആയതുകൊണ്ടേ ഞാനാ ചോദിച്ചത്. ഓ, അപ്പൊ നോർത്ത് ഇന്ത്യയിലായിരിക്കും ഇത് ന്യൂസ് വരുന്നതല്ലേ? ഇല്ല, ഇപ്പൊ തൽക്കാലം ഇവിടെ തന്നെ, ഇവിടെ തന്നെ കരിമംഗൾ അമ്പലങ്ങളും തൃപ്പൂണിത്തുറ പോയാൽ മതി. ഹലോമി ദോ എന്നും ഒരു പ്ലാൻ ഉണ്ട്. മമ്മി റിട്ടേൺസ്. അതെ, ഹലോ മമ്മി. ഹലോമി 2 ആണ് ഈസി ആയിട്ട് നമ്മൾ ഒരു വർക്ക് ചെയ്യാവുന്ന ഒരു പരിപാടി എന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ടായിരിക്കും അവർ വെച്ചിരിക്കുന്നത്. പിന്നെ ഞാനുണ്ടോ ഇല്ല എന്ന് പറഞ്ഞിട്ടില്ല. അവര് അടുത്ത ഇതില് മമ്മി ഉണ്ട് എന്നുള്ളതിനെ കുറിച്ച് എനിക്കൊരു ക്ലാരിറ്റി തോന്നുന്നുണ്ട്. ആസ് എൻ ആക്ടർ എനിക്ക് ഒരു കോ ആക്ടറിന്റെ കയ്യിൽ നിന്ന് ആവശ്യമുള്ള ഒരു കൊളാബറേറ്റീവ് ആയിട്ട് ചിന്തിക്കാനുള്ള ഒരു മനസ്ഥിതി, കംഫർട്ടബിൾ ആയിട്ട് വെക്കുക, നമുക്ക് ഡയറക്ടർ പറയുന്നതിനോട് ഫൈനൽ പ്രിഫറൻസ് കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഷർഫയ്ക്കൊക്കെ ഉണ്ട്. അതെനിക്ക് വരത്തൻ മുതൽ അറിയാവുന്നതാണ്. അതുകൊണ്ട് ക്യാരക്ടർ എന്താണ് എന്നുള്ളത് എനിക്ക് വിഷയമല്ല, എൻ്റെ വർക്കിംഗ് കംഫർട്ടാണ്. പ്രേമത്തിലെ ഡയലോഗ് ഈ പറഞ്ഞ പോലെ അത് പെട്ടെന്നൊരു മാറ്റം വന്നതാണ്. ആ സമയത്ത് വന്ന മാറ്റവും അത് നമുക്ക് ടെൻഷനോട് കൂടി തന്നെയാണ്. അപ്പൊ നമ്മൾ കുറെ സിനിമ ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസിലാണെങ്കിൽ നമുക്ക് ഇപ്പൊ പറയാൻ പറ്റും ഇത് വർക്കാണ്. ഇപ്പോഴത്തെ ഒരു ടോൺ അതാണ്, ഇത് വർക്കാണ്. അന്ന് അതിനുള്ള കോൺഫിഡൻസും ഇല്ല, ഇതൊന്നുമില്ല. നമ്മൾ ഒരുപാട് ടെൻഷൻ അടിച്ച് എല്ലാവരോടും ചോദിച്ച് ഇത് ഇങ്ങനെയാണ് പെർഫോം ചെയ്യണമെന്നൊക്കെ പറഞ്ഞു. അപ്പൊ അങ്ങനെ ഒരു ധാരണയിലേക്ക് വന്നത് അറബി ഡയലോഗിലേക്കൊക്കെ എത്തിയതാണ്. അപ്പൊ എല്ലാവർക്കും അത് ഇഷ്ടമായത് കാരണം കൊണ്ട് അത് ഓക്കെയാണ്. ശരിക്കും പറഞ്ഞാൽ അഡൽട്ട് ഹ്യൂമർ അല്ലെങ്കിൽ അഡൽട്ട് കോമഡി അതിനോട് എനിക്ക് യാതൊരുവിധ പ്രശ്നമില്ല. ഞാൻ പറഞ്ഞത് അത് ഞാൻ ഇനി ചെയ്യുന്നതിൽ എനിക്ക് യാതൊരുവിധ പ്രോബ്ലം ഇല്ല. പക്ഷെ ഞാൻ പറഞ്ഞത് അതല്ലാതെ അതിനെയും ഇതായിട്ടുള്ള ഇത് ചെയ്യുന്ന ഒരു ലെവലിലേക്കുള്ള ഒരു ഹ്യൂമറൊക്കെ അന്ന് അതില് ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ അങ്ങനത്തെ ഒരു ഡയലോഗ്സ് ഒഴിവാക്കാന്നുള്ളതാണ്. അത് സിനിമ ഒഴിവാക്കാനുള്ള ശക്തി ആയിട്ടില്ല. താങ്ക് യു. എനിക്ക് സിനിമയുടെ കഥ അറിയാം, ഞാൻ അഭിനയിച്ച സിനിമയാണ്. എന്നിരുന്നിട്ടും ഞാൻ ഇത് കാണുമ്പോൾ ഞാൻ എൻ്റെ അമ്മയെ പലപ്പോഴും പ്ലേസ് ചെയ്തു. ഇപ്പൊ ഞാൻ അമ്മയുടെ അടി ഉണ്ടാക്കിയിട്ടുള്ള അവസരങ്ങളും മിണ്ടാണ്ടിരുന്നിട്ടുള്ള സമയങ്ങളും ഒക്കെ ഉണ്ട്. പുള്ളി ഒരു ഡയലോഗ് പറയുന്നുണ്ടല്ലോ, 22 വർഷമായിട്ട് ഇന്ന് തുടങ്ങുന്ന ആ ഡയലോഗിൽ എന്നെ കണ്ട് ശരിക്കും നിറഞ്ഞായിരുന്നു. കാരണം ഒരു പോയിന്റിൽ ഞാൻ എൻ്റെ അമ്മയ്ക്ക് എൻ്റെ അടുത്തുള്ള സ്നേഹമൊക്കെ ആലോചിച്ചു. അപ്പൊ എൻ്റെ അമ്മയെ പറ്റി ഞാൻ അവിടെയാണ് കണക്ഷൻ വരുന്നത്. സാൻഡ്രയുടെ ആ സംഭവം വർക്കായി എന്ന് ഞാൻ അതാണ് ഞാൻ ആഡ് ചെയ്യാൻ വന്നത് നേരത്തെ. ഇത് വർക്കായി കാരണം എനിക്ക് എൻ്റെ അമ്മയെ കിട്ടി അവിടെ. എന്നുവെച്ചാൽ ഒന്ന് ഒരു ലോങ് ഫോൺ കോൾ ഇന്ന് ഉണ്ടാവും, ഉറപ്പായിട്ടും അമ്മയുടെ അടുത്ത് ഉണ്ടാവും. ആ ഒരു ഫീലിംഗ് ആണ് സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ. അമ്മമാർക്ക് മക്കൾക്കും നന്നായിട്ട് കണക്ട് ആവുന്ന ഒരു ഇതുണ്ട്. അത് എനിക്ക് കുറച്ചും കൂടി ഇവരുമായിട്ട് സംസാരിക്കുമ്പോഴൊക്കെ എനിക്കത് കിട്ടുന്നുണ്ട്. തല്ലുമാലയുടെ ഒരു കോണ്ടെക്സ്റ്റിന് ഞാൻ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കൈൻഡ് ഓഫ് കോണ്ടന്റുകളുടെ സഹായം എനിക്ക് ഉപയോഗിക്കാൻ പറ്റാത്തൊരു ഏരിയയാണ്. പക്ഷെ ഇവിടെ സാഞ്ചോമാരുടെ അടുത്തോ അല്ലെങ്കിൽ വൈശാഖോടെ അടുത്തോ എനിക്ക് ഓപ്പണായിട്ട് ചോദിക്കാം, ഇങ്ങനൊരു സംഭവം പറയാമോ, ഇങ്ങനൊരു സംഭവം ചെയ്യാമോ. പക്ഷെ അതെല്ലാവരുടെ അടുത്തും പറ്റിക്കൊള്ളണമെന്നും ഇല്ല. അപ്പം അങ്ങനെ പറ്റിയിട്ടുണ്ട്, അങ്ങനെ സംസാരിച്ചിട്ടുണ്ട്. അത് നമ്മുടെ സംഭവങ്ങൾ മാത്രമല്ല കേട്ടോ. നമ്മളിപ്പോൾ ജോമോൻ്റെ കാര്യങ്ങൾ സീൻസ് ചെയ്യുമ്പോഴാണെങ്കിലും ഒക്കെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പല കാര്യങ്ങൾ പറഞ്ഞ് ചെയ്തിട്ടുണ്ട്. അത് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുണ്ട് പക്ഷെ അതിന് ഇവരുടെ സപ്പോർട്ട് എന്ന് പറയുന്നത് അത് ഒരു സംഭവം നമ്മളൊരു സീനിൽ പറഞ്ഞു അതവർ അപ്രൂവ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്തേക്ക് പോകാൻ പറ്റില്ലല്ലോ. അത് പടത്തിലുടനീളം ഒരു സപ്പോർട്ട് തന്നു.